അവസാനത്തെ ചോദ്യമാണ്. ഇത്ര തവണ ആവർത്തിച്ച് നാം ഇത് സ്ഥാപിക്കാൻ ശ്രമിച്ചു. നബിക്ക് പരിചയമില്ല, സഹാബിക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, മദ്ഹബിലെ ഇമാമികൾക്ക് പോലും പരിചയമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്തെങ്കിലും പ്രതികരണം അതേക്കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഇനി എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വളച്ചു കെട്ടിയ നേരെ ഒരു അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇതിനെങ്കിലും ഒരു ഉത്തരം പറയണമെന്ന അഭ്യർത്ഥനയോടുകൂടി ബാക്കി ചോദ്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നു. ഒന്നിനും കൃത്യമായി ശരിയായ രീതിയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. തൽക്കാലം എന്തൊക്കെ പറഞ്ഞു എന്ന് വരുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമാണ്. അവിടെ ഏറ്റവും ഏത് സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരൊറ്റ ചോദ്യം, അതെങ്കിലും ഉത്തരം പറയണേ. ഉത്തമ തലമുറയിൽപ്പെട്ട സ്വഹാബിമാരും താബികളും താബികളും ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നബിദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്ത വല്ലതുമുണ്ടോ? ഒറ്റ ചോദ്യം, വേറൊന്നുമില്ല. അങ്ങനെ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും നബിദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്ത വല്ലതും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? അതുണ്ടെങ്കിൽ പറഞ്ഞാൽ കേൾക്കാമെന്ന്, ഇല്ലെങ്കിൽ അവർക്ക് പരിചയമില്ല എന്ന് ഇമാമിങ്ങൾ മുഴുവൻ എഴുതിയ അബൂഷാമ മുതൽ സുയൂത്തി മുതൽ ഇബ്നു ഹജർ ഹൈതമി മുതൽ അസ്ഖലാനി ഇമാം മുതൽ എല്ലാവരും പറഞ്ഞ ആദ്യ തലമുറ ഇല്ല എന്ന് എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞ ആ യാഥാർത്ഥ്യം ഒന്നുകൂടെ സ്ഥിരപ്പെടുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശ്രമങ്ങളെ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ശർഈയായ ബിദ്അത്തിനെ വിശദീകരിച്ച ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ് ഫതാവൽ ഹദീസിയയിൽ പറയുന്നത് മൗലിദാഘോഷം സുന്നത്താണ്, പുണ്യകർമ്മമാണ്. അൽ മവാലിദു വൽ അദ്കാറുല്ലതി തുഫ്അലു ഇൻദനാ അക്സറുഹാ മുസ്തമിലുൻ അലാ ഖൈറിൻ കസദഖത്തിൻ വദിക്രിൻ വസലാത്തിൻ വസലാമിൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. ശർഈയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുഖാലഫത്തുൻ നുസൂസാൻ, പ്രമാണങ്ങളോട് വിരുദ്ധമാകുമ്പോഴാണ് ബിദ്അത്താകുന്നത്, ദുരാചാരമാകുന്നത്. പ്രമാണങ്ങളോട് യോജിക്കുന്നത് അതൊരിക്കലും ദുരാചാരമാകുന്നില്ല. ഇവിടെയാണ് നിങ്ങളുടെ അസ്ല് വ്യത്യസ്തമാകുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു എന്നൊരു വിശദീകരണം വന്നിട്ടുണ്ട്. ആ വിശദീകരണം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. ഈ ആയത്തിൽ അലി റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ തഫ്സീർ എന്ന് പറയുന്നത്. അത് ഗരീബായ തഫ്സീറാണ്. നിങ്ങൾ അംഗീകരിക്കുന്ന ആലൂസി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇതിൽ പറയാനുള്ളത് ഒരു പുടുത്തുമില്ല. ഇതിൽ ജുംഹൂറായ മുഴുവൻ മഹാരഥന്മാരും അഇമ്മത്തും നബിദിനാഘോഷം പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തി നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിൽ ഇവർക്കൊക്കെ സ്വീകാര്യനായ അൽ മുജദ്ദിദു അൽ ഫിസാനി ഇമാം സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവരവരുടെ പാഠപുസ്തകത്തിൽ എഴുതിയതാണ്. ഇന്ത്യൻ ഇസ്ലാഹി പ്രബോധകരിൽ ഒന്നാമത്തെ ആൾ മഹാനായ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയാണെന്ന്. അദ്ദേഹം നിര്യാതനായത് ഹിജറ 1034 അത് കഴിഞ്ഞ് ഷാ വലിയുല്ലാഹി ദഹ്ലവി ഇന്ത്യൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഊർജം നൽകി. ഈ രണ്ട് മഹാന്മാരും നബിദിനാഘോഷം ആഘോഷിച്ചവരും അത് പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തിയവരുമാണ്. പിന്നെ ഇവരുടെ വാദത്തെയാണ് നമ്മൾ ഇതുവരെ അഭിസംബോധന ചെയ്തത്. നിങ്ങൾ ആലോചിക്കേണ്ടതും ആ വിഷയമാണ്. സ്വഹാബത്തോ ഇമാമിങ്ങളോ ചെയ്യാത്തതെല്ലാം ദുരാചാരമാണ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഉത്തരത്തിൻ്റെ സമയത്ത് ചോദ്യത്തിൻ്റെ സമയത്തും ഉത്തരത്തിൻ്റെ സമയത്തും വളരെ കൃത്യമായി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ മാനദണ്ഡപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ല, സ്വഹാബത്തിൻ്റെ കാലത്തില്ല എന്ന മാനദണ്ഡപ്രകാരം ദുരാചാരമാണെന്ന് ആരോപിക്കുകയാണെങ്കിൽ ഇബ്നു തൈമിയെ നിങ്ങൾ മുബ്തദിയായി പറയേണ്ടി വരും. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി മുബ്തദിയാണെന്ന് വിളിക്കേണ്ടി വരും. മൗലിദാഘോഷത്തെ വിശദമായി ചർച്ച ചെയ്ത മഹാന്മാരായ അയിമ്മത്തിനെ മുഴുവൻ മുബ്തദികളാണെന്ന് പറയേണ്ടി വരും. ഇത് പറഞ്ഞപ്പോൾ പിന്നെ ക്രിസ്മസാണുള്ളത്. നബിദിനം ഏകദേശം അൽഹംദുലില്ലാ
അത് റെഡിയായി കഴിഞ്ഞു. അത് ജുംഹൂറും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് അവരുടെ രേഖകൾ വെച്ച് നമ്മൾ സംസാരിച്ചു. ഏതായാലും അൽഹംദുലില്ലാ ഈ സംവാദം ചെറുവാടിയിൽ അവസാനിക്കുമ്പോൾ മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇതിൻ്റെ രേഖ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ രേഖയായി പറഞ്ഞത് അക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അഖീഖ തറുത്തിയിട്ടുണ്ട്. അത് മൗലിദാഘോഷത്തിൻ്റെ പ്രമാണമാണെന്ന് ഇമാമുൽ അയിമ്മ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ അവസാനം ഞങ്ങൾ ഈ മറുപടിയുടെ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇമാമീങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇമാമീങ്ങൾ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം പുണ്യനബി തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖീഖ തറുത്തത് എന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ഞങ്ങൾ ഇതുവരെ സംസാരിച്ചു വച്ചത് നിങ്ങൾ പറഞ്ഞ ദലീൽ ഒരു കാര്യം, അത് ദുരാചാരമാകാൻ പറഞ്ഞ മാനദണ്ഡം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ല, സ്വഹാബത്തിൻ്റെ കാലത്തില്ല എന്ന മാനദണ്ഡം വെച്ച് ഒരു സംഗതി ദുരാചാരമാണ് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തിലെ ബിദ്അത്താണ്.